എല്ലാവർക്കും നമസ്കാരം. കൊച്ചി ഷിപ്പ്യാർഡിൽ നിന്ന് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. 8ാം ക്ലാസ് പാസ്സുകാർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ഈ റിക്രൂട്ട്മെന്റിലേക്ക് 6 മെയ് 2026 മുതൽ 30 മെയ് 2026 വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. 40 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അണ്ടർസിന് 16 വേക്കൻസി, OBCക്ക് 13 വേക്കൻസി, SCക്ക് 7 വേക്കൻസി, EWS 4 വേക്കൻസി, അങ്ങനെ ടോട്ടൽ 40 വേക്കൻസിയുടെ നോട്ടിഫിക്കേഷനാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. വന്നിരിക്കുന്ന പോസ്റ്റ് റിഗർ എന്ന് പറയുന്ന പോസ്റ്റാണ്. 8ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ. ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ ഹോൾഡേഴ്സിന് ഈ റിക്രൂട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല. ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 18 മുതൽ 23 വയസ്സ് വരെയാണ്. 31 മെയ് 2003 31 മെയ് 2008 ഈ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ നിന്ന് 3 വർഷം OBCക്കും 5 വർഷത്തിലും SC/ST കാൻഡിഡേറ്റ്സ് ലഭിക്കുന്നതാണ്. 2 വർഷത്തേക്ക് ട്രെയിനിങ് ഉണ്ടായിരിക്കുന്നതാണ്. ട്രെയിനിങ് ടൈമിൽ ഫസ്റ്റ് ഇയറിൽ 11,000 രൂപ സ്റ്റൈഫൻഡായിട്ട് ലഭിക്കും. സെക്കൻഡ് ഇയറിൽ 12,000 രൂപയാണ്. അതുകൂടാതെ ഫസ്റ്റ് ഇയറിൽ 22,100 കൺസോൾഡ് പേപ്പർ മന്തായിട്ട് പറഞ്ഞിരിക്കുന്നത്. കോമ്പൻസേഷൻ ഫോർ എക്സ്ട്രാ ഹവർ ഓഫ് വർക്ക് 5,530 ലഭിക്കുന്നതാണ്. സെക്കൻഡ് ഇയറിൽ 22,800 പ്ലസ് 5,700 രൂപ സാലറി ലഭിക്കും. തേർഡ് ഇയറിൽ 23,400 പ്ലസ് 5,850 രൂപ മാസം സാലറി ലഭിക്കുന്നതാണ്. മെത്തേഡ് ഓഫ് സെലക്ഷൻ പറഞ്ഞിരിക്കുന്നത് ഫിസിക്കൽ ടെസ്റ്റ് ഓവർ 100 മാർക്സിന്റെ ഫിസിക്കൽ ടെസ്റ്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഫിസിക്കൽ ടെസ്റ്റ് മിനിമം പാസ് മാർക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ റിക്രൂട്ട്മെന്റിലേക്ക് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 6 മെയ് 2026 സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സോ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല, ആപ്ലിക്കേഷൻ ഫീസ് പറഞ്ഞിട്ടില്ല. 8ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ. കൂടാതെ ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഹോൾഡേഴ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കിയ ശേഷം അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.